ഹലോ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഈ ഒരു നെയിൽ പോളിഷ് ഇടുന്നുള്ളതൊക്കെ നല്ല ഈസി ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് കളയാന്നുള്ളത് ഇത്തിരി മെനക്കെട്ട പണി, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര മടിയാണല്ലേ. എനിക്ക് ഈ നെയിൽ പോളിഷ് റിമൂവ് ചെയ്യുന്ന കാര്യം പറയുമ്പോൾ നമ്മൾ പണ്ടൊന്നും ഈ ഒരു നെയിൽ പോളിഷ് റിമൂവ് ചെയ്യാനുള്ള വൈബ്സ് ഉണ്ടെന്നോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഇങ്ങനെ നമ്മൾ ബോട്ടിൽ വരും ലിക്വിഡായിട്ട് അതുണ്ടോന്നും അറിയില്ല. അന്ന് ഉണ്ടായിരിക്കും, നമ്മളൊന്നും അത്ര പുരാതന കാലത്തല്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യും, ഇത് അറിയില്ല ഇങ്ങനത്തെ സംഭവം ഉണ്ടെന്നല്ല കേട്ടോ. അപ്പം മിക്കവാറും എല്ലാവരും ഇപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ്, നമ്മൾ എന്ത് ചെയ്യും, ഈ നെയിൽ പോളിഷ് പോക്കാനായിട്ട് ബ്ലേഡ് എടുത്തിട്ട് നന്നായിട്ട് ചുരണ്ടും. രാത്രിയായിരിക്കും മിക്കവാറും ഈ ഒരു പരിപാടി കേട്ടോ. നല്ലോണം ഇങ്ങനെ കുറച്ച് പോകുമ്പോഴത്തേക്ക് ഇരുന്ന് ചുരണ്ടും. അപ്പോൾ ഉണ്ടാവും അച്ഛമ്മ വന്നിട്ട്, ഈ കുട്ടീനോട് പറഞ്ഞാലും കേൾക്കില്ല, എനിക്കും ചേച്ചിയൊക്കെ ഉള്ള പരിപാടിയാണ്, ഇങ്ങനെ ഇരുന്ന് ചുരണ്ടി പോക്കും, രാത്രി നഖം ചുരണ്ടരുത് മുറിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത കേൾക്കും. പക്ഷെ ഇപ്പൊക്കെ എല്ലാവരും മാറിയെന്ന് തോന്നുന്നു. നമ്മൾ ഈ ഒരു ബ്ലേഡ് കൊണ്ടാക്കുള്ള ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ ഇപ്പോഴും ഓർമ്മയുണ്ട്, ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇട്ടതിൻ്റെ മേലെ അത് കുറച്ച് പോകുമ്പോൾ കളയാൻ മടിച്ചിട്ട് വീണ്ടും ഒരു കോട്ടടിക്കും. ചിലപ്പോൾ വേറെ കളർ കാണുമ്പോൾ നമ്മൾ അതിന് പുറമെ ഇത് കളയാണ്ട് ഇട്ടതിൻ്റെ പുറമെ വീണ്ടും ഒരു കോട്ടും കൂടെ അങ്ങനെ അടിച്ചടിച്ച് ലാസ്റ്റ് കട്ടിയായിട്ട് പിന്നെ നഖത്തുനിന്ന് കിട്ടാനും ബുദ്ധിമുട്ടാകും. അപ്പോൾ എന്ത് ചെയ്യും, ബ്ലേഡ് എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ ചെത്തിയെടുക്കും. അപ്പോൾ ഒക്കെ ചിലപ്പം നഖം ഇറച്ചി തട്ടും. നമ്മൾ അങ്ങനെയൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ട്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അയ്യോ അതൊക്കെ ഭയങ്കര വേദനയാണ്. എന്നിട്ട് നമ്മൾ ഈ സംഭവം നിർത്തുന്നില്ല, ചുരണ്ടിയും കൊണ്ടിരിക്കും. ഇപ്പോൾ കുറേ ആയിട്ട് നമ്മൾ എന്താ പറയുക, എല്ലാവരും തന്നെ എനിക്ക് തോന്നുന്നു നെയിൽ പോളിഷ് റിമൂവറിനാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ബ്ലേഡ് കൊണ്ട് ചുരണ്ടുന്നവരിപ്പോൾ ഉണ്ടോ, ഉണ്ടെങ്കിൽ ആ ശീലം മാറ്റും കേട്ടോ. കാരണം നമ്മുടെ ചുരണ്ടി നഖത്തിൻ്റെ ആ ഒരു മേലത്തെ കോട്ടിങ് പോവും, അതേപോലെ തന്നെ മുറിയാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മളിങ്ങനെ ചെത്തി ചിലപ്പോൾ കട്ടിയുള്ള കിട്ടില്ല, അപ്പോൾ ചെത്തി എടുക്കുമ്പോൾ ഇങ്ങനെ പൊന്തിയും താന്നും ഒരു നഖത്തിൻ്റെ ആ ഒരു മേലത്തെ ഫിനിഷ് ഫുൾ പോയിട്ട് നഖം കേടുവരും. അപ്പം ഇതെന്താ അറിയുക, നമ്മളുടെ OBN എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ നെയിൽ പോളിഷ് റിമൂവർ വൈപ്സ് ആണ് കേട്ടോ. ഇത് ഞാൻ നമ്മളടുത്തുള്ള ഷോപ്പിൽ നിന്ന് മേടിച്ചാണ്. ഇതിന് 28 രൂപയുള്ളൂ കേട്ടോ. അതാണ് വലിയ കാര്യം. 28 രൂപയ്ക്ക് നമുക്ക് 32 പീസ് സാധനം വരുന്നുണ്ട്. ഇങ്ങനെ 32 പൈപ്സ് വരുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പം എൻ്റെ കയ്യിലെ കംപ്ലീറ്റും അതേപോലെ തന്നെ 2 കാലിലെ ഫുൾ നെയിൽ പോളിഷ് കളയുന്ന വേണ്ടിയിട്ട് 3 എടുത്തിട്ടുണ്ട്. ശരിക്കും 2 ഒക്കെ മതി കേട്ടോ. ഞാൻ ഒറ്റൊന്നും കൊണ്ട് തന്നെ കൈയും അതേപോലെ തന്നെ കാലിൻ്റെ നെയിൽ പോളിഷ് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു കോട്ടും 2 കോട്ടൊക്കെ ആണെങ്കിൽ ഒറ്റ വൈപ്സ് കൊണ്ട് ഫുൾ നമുക്ക് കൈയും കാലൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ വീണ്ടും നല്ലോണം കട്ടിയിലടിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു 2 3 വേണം കേട്ടോ. എന്നാലും ലാഭമാണ്. 28 രൂപയ്ക്ക് നമുക്ക് 32 പീസ് കിട്ടും. അപ്പം ഇത് ഞാൻ നോക്കുമ്പോൾ ആമസോൺ ഉണ്ട് കേട്ടോ. ആമസോണിൽ കോംബോ ഓഫറൊക്കെ ആയിട്ട് 170 149 രൂപയ്ക്കൊക്കെ വേറെ കുറേ ബ്രാൻഡ് വരുന്നുണ്ട്. ഇത് OBN ആണ്. എന്താണ് വേറെ ഏതൊക്കെയോ സംഭവങ്ങൾ 149 രൂപയ്ക്ക് 1 2 3 4 5 6 വരുന്നുണ്ട്. അതിലും ഈ ഒരു 32 പീസ് ഉണ്ട് ഒന്നിൽ തന്നെ കേട്ടോ. ഇതിൻ്റെ പല ഫ്ലേവറായിട്ടുള്ള വരുന്നുണ്ട്. ഞാൻ എടുത്തിട്ടുള്ളത് ആപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫ്ലേവറാണ്. അതൊന്നും കാര്യമില്ല കേട്ടോ, ഫ്ലേവറിലൊന്നും കാര്യമില്ല. എന്തായാലും ഈ നമുക്കറിയാലോ നെയിൽ പോളിഷിൻ്റെ ആ ഒരു ബോട്ടിൽ വരുന്നത് ഭയങ്കര ഒരു കുത്തണ സ്മെല്ലായിരിക്കും. പക്ഷേ ഇതിന് അങ്ങനത്തെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ആപ്പിളിൻ്റെ ഫ്ലേവറിൽ വരുന്നത്, അതേപോലെ തന്നെ ലെമൺ ഫ്ലേവറിൽ വരുന്നുണ്ട്, പിന്നെ നമ്മുടെ സ്വീറ്റ് ഓറഞ്ച് ഫ്ലേവർ ഉണ്ട്, അതേപോലെ തന്നെ ഗ്രേപ്പ് ഫ്ലേവർ ഉണ്ട്, സ്ട്രോബെറി, പിന്നെ ബ്ലൂബെറി അങ്ങനത്തെ വരുന്നുണ്ട്. ഇത് ഞാൻ എടുത്ത പറഞ്ഞില്ലേ ആപ്പിൾ ആ ഒരു ഫ്ലേവറാണ്. അതവിടെ പിന്നെ അടുത്തൊരു സ്ട്രോബെറി ഇരിക്കുന്നുണ്ട്. ഞാൻ കടയിൽ നിന്ന് 2 എടുത്താണ്. അത് 28 എനിക്ക് 35 ഒക്കെയാണ് എൻ്റെ റേറ്റ്. ബോട്ടിൽ വരുന്നത് തോന്നുന്നു. ഡിസ്കൗണ്ടിൽ ഞാൻ 7 ഡേയ്സിന് എടുത്തത് 28 റുപ്പീസിന് ഞാൻ കാണിച്ചു തന്നല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ നന്നായിട്ട് പെട്ടെന്ന് പോകും കേട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ലേ കട്ടിയിൽ ആക്ച്വലി ഇതിങ്ങനെ കളയാൻ മടിച്ചിട്ട് ഞാൻ വീണ്ടും ആദ്യം ഇതിൻ്റെ അടിയിൽ വേറെ നെയിൽ പോളിഷ് ആയിരുന്നു, അത് വേറൊരു കളറായിരുന്നു കേട്ടോ. അത് 2 കോട്ടുണ്ടായിരുന്നു. അതിന് പുറമെ ഞാൻ തോന്നുന്നു ഇതിപ്പോൾ കാണുന്ന നെയിൽ പോളിഷ് ഇല്ലേ, അതും 2 കോട്ടോ എന്തായാലും ഉണ്ട്. അപ്പോൾ 3 കോട്ടെങ്കിലും ഏറ്റവും കുറവ് അതിൻ്റെ കാലിലിരിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് കുറച്ച് സമയം എടുക്കുന്നത്. നമ്മൾ ഒറ്റ കോട്ടൊക്കെ ആണെങ്കിൽ വൈപ്സ് കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ആക്കുമ്പോഴേക്കും നല്ല ഈസി ആയിട്ട് പോകട്ടോ, നല്ലോണം ഈസി ആയിട്ട് റിമൂവ് ആവുന്നുണ്ട്. ഇപ്പം എൻ്റെ കയ്യിലൊക്കെ ഞാൻ കാണിച്ചു തരാം. കയ്യിലത്തെ പോക്കുമ്പോൾ ഓൾറെഡി കുറേ പോയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കുറച്ച് സമയം കൊണ്ട് തന്നെ പോക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അതേപോലെ നമുക്ക് ഭയങ്കര ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള സംഭവമാണ്. എവിടെയെങ്കിലൊക്കെ പോകുന്ന സമയത്തോ കാറിലിരുന്നിട്ടാണെങ്കിലോ ഒക്കെ നമുക്കിങ്ങനെ മറ്റേ നമ്മൾ ബോട്ടിലെടുക്കണം. ബോട്ടിൽ ഒരു ഹോൾ ഉണ്ടാവും, അതിലേക്ക് നമ്മൾ കോട്ടൺ തുണിയൊക്കെ ഉണ്ടാകുമ്പോൾ ആ കോട്ടൺ വെച്ചിട്ട് അതിരുന്ന് ഉരച്ച് പോക്കണം. പക്ഷെ ഇതൊന്നുമില്ല, ഒരു വൈബ്സ് എടുക്കുക. നമ്മൾ എപ്പോഴാണോ വെറുതെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഒന്നും ചെയ്യാണ്ടിരിക്കുന്ന സമയത്ത് വെറുതെ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യുക, ഇതേപോലെ നമുക്ക് ഈസി ആയിട്ട് കളയാവുന്നതല്ലോ കേട്ടോ. TV കാണുമ്പോഴോ ഫോൺ യൂസ് ചെയ്യുമ്പോൾ ഒക്കെ നമുക്കിത് റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്.
ഇതിൻ്റെ തന്നെ ഞാൻ മുൻപ് മേടിച്ചിട്ടുള്ളതാണ്, ഒരു ഇൻസൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള, നിങ്ങൾക്ക് അറിയായിരിക്കും ഇൻസൈറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ, നല്ലതാണ്. അവരുടേതും ഇതേപോലത്തെ വൈബ്സ് വരുന്നുണ്ട്. അതിൻ്റെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, നല്ലതാണ്. അതിന് 45 രൂപയാണ് കേട്ടോ വരുന്നത്. ഞാനതിൻ്റെ ലിങ്ക് കൊടുക്കാം. അതിൽ നമുക്ക് ഒറ്റൊന്നായിട്ട് മേടിക്കാൻ കിട്ടും കേട്ടോ. ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ ഈ OBNൻ്റെ ഞാൻ കടയിൽ നിന്ന് മേടിച്ചാൽ വന്നില്ലേ, അത് നമ്മൾ ആമസോണിൽ നിന്ന് മേടിക്കുന്ന സമയത്ത് ഈ 5-6 പാക്കൊക്കെയാണ്, അതിൽ 149 രൂപ വരുന്നുള്ളൂ. 6 എണ്ണം കിട്ടുകയും ചെയ്യും കേട്ടോ. ഇങ്ങനത്തെ 6 ബോക്സ് കിട്ടും. ശരിക്കും നമുക്കൊരു ബോട്ടിൽ മേടിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു 80 രൂപയൊക്കെയാണ് ചെറിയ ആ ഒരു ബോട്ടിൽ വരുന്നത്. അത് നമ്മൾ കുറച്ചെടുക്കുന്ന സമയത്ത് ഇങ്ങനെ തുറന്ന് വെച്ച് കഴിയുമ്പോൾ ആവിയായി അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇതങ്ങനെയൊന്നുമില്ല, ആവശ്യമുള്ളപ്പോൾ ഒരു വൈപ്സ് എടുക്കുക, തുടക്കുക, അടിപൊളിയാണ്. അപ്പോൾ ഇൻസൈറ്റിൻ്റെ അതിൻ്റെ റേറ്റ് വരുന്നത് ഞാൻ പറഞ്ഞോ 45 രൂപയാണ്. അത് നമുക്കൊരു ആപ്പിളിൻ്റെയും അതേപോലെ തന്നെ സ്ട്രോബെറി ആ ഒരു ഫ്ലേവറിലും വരുന്നുണ്ട്. കണ്ടോ, ഇപ്പോൾ 2 നഖത്തിൻ്റെയും നല്ലോണം ക്ലീൻ ആയിട്ട് പോയിട്ടുണ്ട്, ഫുള്ള് നല്ല വൃത്തിയായി കേട്ടോ. പിന്നെ ആ ഒരു കളറൊക്കെ ആ ഒരു തുണി ഉണ്ടാറിയാം നല്ലോണം അതിലേക്ക് വന്ന് നല്ല വൃത്തിയായിട്ടുണ്ട്. ആ ഒറ്റ വൈപ്സ് കൊണ്ട് തന്നെ 2 വൈപ്സ് എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ കാല് ഫുള്ള് പോയിട്ടുണ്ട്. അപ്പം അതന്നെ മതിയായിരുന്നു എനിക്ക് വേണമെങ്കിൽ കയ്യിലേക്ക് കിട്ടുക. പക്ഷെ നല്ല ഡാർക്ക് കളറായതുകൊണ്ട് ഞാൻ കയ്യിലേയും കൂടെ പോക്കുമ്പോൾ ചെറുതായിട്ടൊരു പിങ്ക് കളർ വരുന്ന തോന്നിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പുതിയത് വേഗം പോകേണ്ടി എടുത്താണ് കേട്ടോ. അപ്പോൾ നമുക്ക് പിശുക്കണം എന്നൊക്കെ ആണെങ്കിൽ ഈ ഒരു 2 വൈപ്സ് അല്ലെങ്കിൽ ഈ ഒരു വൈപ്സ് ഉപയോഗിച്ചാൽ തന്നെ ഈസി ആയിട്ട് ആ ഒരു കയ്യത്തേയും കൂടെ പോക്കാവുന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഇൻസൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പിന്നെന്താ, പാരബൻ ഫ്രീ ആണ് നമ്മളുടെ ഇൻസൈറ്റിൻ്റെ കേട്ടോ. ഇത് OBNൻ്റെ ആണ്, ഇതിൽ അങ്ങനെയൊന്നും കാണിക്കുന്നില്ല. ഞാൻ ഡീറ്റെയിൽസ് നോക്കി പറഞ്ഞു തരുന്നതാണ്. അതേപോലെ ബോട്ടിലൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ നമുക്ക് അവിടെ തുളുമ്പി പോകുന്നുള്ളതൊക്കെ ഉണ്ടാവും. പക്ഷെ അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല, നമുക്ക് നല്ല ഈസി ആയിട്ട് കളയാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ നമ്മൾ ഈ നെയിൽ പോളിഷ് ഇട്ട് കഴിഞ്ഞിട്ട് അപ്പം തന്നെ ഇടുന്നതിനെക്കാട്ടും കുറച്ചും കൂടെ നല്ല, ഞാൻ ഇപ്പോൾ കാണിക്കാൻ വേണ്ടി ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നെയിൽ പോളിഷ് റിമൂവ് ചെയ്ത് കഴിയുകയാണെങ്കിൽ ഒരു ദിവസമൊക്കെ നെയിൽസിന് അങ്ങനെ വെറുതെ വിടുകയാണെങ്കിൽ നല്ലതായിരിക്കും. അവരൊന്ന് ബ്രീത്ത് ചെയ്യട്ടെ. നമ്മളിങ്ങനെ കട്ടിയിൽ അടിച്ചടിച്ച് ആക്ച്വലി നമ്മൾ നഖമൊക്കെ ഡെഡ് സ്കിന്നാണ്, എന്നാൽ പോലും ഒന്ന് ചില നഖത്തിലൊക്കെ പെട്ടെന്ന് കേടൊക്കെ വരാറുണ്ട്. അപ്പോൾ നമ്മൾ ചിലർക്ക് നെയിൽ പോളിഷ് പറ്റില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് റിമൂവ് ചെയ്തിട്ട് പോകുന്ന സമയത്ത് റിമൂവ് ചെയ്യുമല്ലോ, പിന്നെ കുറച്ച് ഫ്രീ ആക്കി വിടും. 1 ദിവസമോ 2 ദിവസമോ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അടിക്കുകയാണെങ്കിൽ നഖത്തിനെ കുറച്ചും കൂടെ ഹെൽത്തി ആക്കി വെക്കാനായിട്ട് നല്ലതാണ്. അതേപോലെ തന്നെ ചിലർക്ക് നഖം പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന പ്രശ്നമൊക്കെ ഉണ്ട്. അതേപോലെ വളരാണ്ടിരിക്കുക, അങ്ങനെയൊക്കെ ആകുമ്പോൾ ചെറിയ ടിപ്സാണ്. നമ്മൾ എന്തെങ്കിലും ഓയിൽ എടുത്തിട്ട് നമ്മളുടെ നഖത്തിൻ്റെ ആ ഒരു സൈഡ് ഭാഗത്തൊക്കെ ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്യുക, അതേപോലെ തന്നെ നഖം മസാജ് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ആ ഒരു നെയിൽ ഗ്രോത്തിനും നല്ലതാണ്. നഖത്തിൽ ആ ഒരു പൊട്ടിപ്പോകുന്ന പ്രശ്നമൊക്കെ മാറിയിട്ട് അങ്ങനെ ഒരു വിണ്ടകേറിലൊക്കെ വരില്ലേ, ചീന്തി പോകുന്ന പ്രശ്നമൊക്കെ ഉണ്ട്. എൻ്റെ നഖത്തിനും ഭയങ്കര കട്ടി കുറവാട്ടോ. അപ്പം അങ്ങനത്തെ പെട്ടെന്ന് ചീന്തി പോകാനിരിക്കാനൊക്കെ അതേപോലെ മസാജ് ചെയ്യുന്നതൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ആ ഒരു വൈപ്സ് കൊണ്ട് കയ്യിലേയും കൂടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അടിപൊളി സംഭവമാണ്. നിങ്ങൾക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ചെക്ക് ചെയ്ത് നോക്കൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.